കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കൊട്ടിയൂരിന്റെ ഭാഗങ്ങൾ ഉൾപ്പെട്ടതിൽ പ്രതിഷേധം കത്തിച്ച കുടിയേറ്റ മണ്ണിൽ നിലനിൽപ്പിനായുള്ള മറ്റൊരു സമരകാഹളം മുഴക്കിയ UDFന്റെ മലയോര സമരയാത്രയ്ക്ക് കൊട്ടിയൂരിൽ ആവേശകരമായ സ്വീകരണം. വന്യജീവി ആക്രമണം തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന നിരുത്തരവാദ സമീപനത്തിലും വന്യമൃഗങ്ങൾ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള കാലതാമസം ഇല്ലാതാക്കുന്നതിനും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDFന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്കാണ് കൊട്ടിയൂരിൽ ആവേശകരമായ സ്വീകരണം ലഭിച്ചത്. ജാഥാ നായകൻ VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ തുടങ്ങിയ നേതാക്കളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ സ്വീകരിച്ചാനയിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തി. കൊട്ടിയൂരിലെത്തിയ സമരയാത്രയുടെ സ്വീകരണ യോഗം K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. വന്യജീവികളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തിനൊപ്പം കേന്ദ്രത്തിനുമുണ്ട്. കേരളത്തിൽ 29% വനം. കേന്ദ്ര സർക്കാരിനും കേരളത്തിൽ 29% വനം. അത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. എന്നിട്ടും വനാതിർത്തി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്യമൃഗ ആക്രമണം തടയാൻ കൂടുതൽ പ്രതിരോധ മാർഗം ഒരുക്കണം. അതിനായി കൂടുതൽ പണം വകയിരുത്തി അത് പ്രാവർത്തികമാക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനവാസ മേഖലകളിലേക്ക് വന്യജീവികൾ കടക്കാതിരിക്കാൻ എന്തൊക്കെ സംഘടനകൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പഠിക്കണം. UDF കൺവീനർ MM ഹസൻ, MLA-മാരായ M വിൻസെന്റ്, റോജി M ജോൺ, അൻവർ സാദത്ത്, സണ്ണി ജോസഫ്, സജീവ് ജോസഫ്, UDF നേതാക്കളായ MM ഹസൻ, CP ജോൺ, രാജൻ ബാബു, അൻസാരി തില്ലങ്കേരി, PT മാത്യു, മാർട്ടിൻ ജോർജ്, അബു ജോൺ ജോസഫ്, സോണി സെബാസ്റ്റ്യൻ, ചന്ദ്രൻ തില്ലങ്കേരി, VA നാരായണൻ, റോയ് നമ്പുടാകം, DCC സെക്രട്ടറി PC രാമകൃഷ്ണൻ, ലിസി ജോസഫ്, ബൈജു വർഗീസ്, ജൂബിലി ചാക്കോ, രാഘവൻ കാഞ്ഞിലേരി, ജോണി ആമക്കാട്ട്, സന്തോഷ് മണ്ണാർക്കുളം, ചാക്കോ തൈക്കുന്നേൽ, ഷഫീർ ചെക്യാട്ട്, KM നമേഷ് കുമാർ, സാജൻ ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു.